പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. 2020 നവംബർ 25 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ജനറൽ നോളേജ്. ഏതൊരു എക്സാമിനും കറണ്ട് അഫേഴ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇവിടെ ഈ വീഡിയോ ഓരോ ദിവസവും ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് നൽകിക്കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. Which tiger reserve receives the first TX2 International Award for doubling its population among 13 countries? 13 രാജ്യങ്ങളിൽ ജനസംഖ്യ ഇരട്ടിയാക്കിയതിന് ആദ്യത്തെ TX2 അന്താരാഷ്ട്ര അവാർഡ് ലഭിക്കുന്ന കടുവ റിസർവ് ഏതാണ്? ദി പിലിഭിത്ത് ടൈഗർ റിസർവ്. പിലിഭിത്ത് ടൈഗർ റിസർവ് ഉത്തർപ്രദേശ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് ഫസ്റ്റ് TX2 ഇൻ്റർനാഷണൽ അവാർഡ് ലഭിച്ചത്. എല്ലാ വർഷവും ജൂലൈ 29 ഗ്ലോബൽ ടൈഗർ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം ഇന്ത്യയിൽ 2967 ടൈഗേഴ്സ് ഉണ്ട്. 2010 ഇത് 1706 ആയിരുന്നു. മധ്യപ്രദേശാണ് ഏറ്റവും കൂടുതൽ ടൈഗേഴ്സ് ഉള്ള സംസ്ഥാനം. തൊട്ടുപിറകെ കർണാടക, ഉത്തരാഖണ്ഡ്, തമിഴ്നാട്. The central government imposed a ban on 43 more mobile apps under which Information Technology Act on 24 November 2020. 2020 നവംബർ 24 ഏത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം 43 മൊബൈൽ ആപ്ലിക്കേഷനുകൾ കൂടി കേന്ദ്ര സർക്കാർ നിരോധിച്ചു? സെക്ഷൻ 69A. സെക്ഷൻ 69A പ്രകാരം 43 മൊബൈൽ ആപ്ലിക്കേഷൻ കൂടി കേന്ദ്ര സർക്കാർ നിരോധിച്ചു. ഇന്ത്യയുടെ പരമാധികാരത്തിനും സമഗ്രതയ്ക്കും ഇന്ത്യയുടെ പ്രതിരോധം, സംസ്ഥാനത്തിൻ്റെ സുരക്ഷ, പൊതുക്രമം എന്നിവ മുൻവിധിയോടെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നതിനുള്ള ഈ ആപ്ലിക്കേഷനുകൾ സംബന്ധിച്ച് ഇൻപുട്ടുകൾ അടിസ്ഥാനമാക്കിയാണ് ഈ നടപടി. Which version of the BrahMos supersonic cruise missile successfully test-fired from the Andaman and Nicobar Islands territory on 24th November 2020? 2020 നവംബർ 24 ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നിന്ന് വിജയകരമായി പരീക്ഷിച്ച ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിൻ്റെ ഏത് വേർഷനാണ്? ലാൻഡ് അറ്റാച്ച് വേർഷൻ. ലാൻഡ് അറ്റാച്ച് വേർഷനാണ് 2020 നവംബർ 24 ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിൽ നിന്ന് ടെസ്റ്റ് ഫയർ നടത്തിയത്. ബ്രഹ്മോസിൻ്റെ സ്പീഡ് ഏതാണ്ട് 3000 km/h വരും. അന്തർവാഹിനികൾ, കപ്പലുകൾ, വിമാനം, കരയിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു ഇടത്തരം സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. റഷ്യൻ ഫെഡറേഷൻ, NPO, മെഷനോ സ്ട്രോയനിയ, DRDO ഒരുമിച്ചുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറാണ് ബ്രഹ്മോസ് മിസൈൽസിൻ്റെ ഡെവലപ്മെൻറ്റ്സ്. ഹൂ വിൽ ഇനോഗ്രേറ്റ് ദി 80th ഓൾ ഇന്ത്യ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് കോൺഫറൻസ് അറ്റ് കെവാഡിയ, ഗുജറാത്ത് on 25 നവംബർ 2020? 2020 നവംബർ 25 ഗുജറാത്തിലെ കെവാഡിയിൽ 80ാമത്തെ അഖിലേന്ത്യാ പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ സമ്മേളനം ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്? ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ശ്രീ രാംനാഥ് കോവിന്ദ്. 2020 നവംബർ 25 80ാമത്തെ ഓൾ ഇന്ത്യ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് കോൺഫറൻസ് കെവാഡിയയിൽ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. കെവാഡിയ, ഇവിടെയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിൻ്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും നവംബർ 26 ഇന്ത്യയിൽ സംവിധാൻ ദിവസ് എന്നറിയപ്പെടുന്ന ഭരണഘടനാ ദിനം ആഘോഷിക്കുന്നു. What is the name of the new mobile application developed by Tamil Nadu government to reach out to the Tamil Nadu Fire and Rescue Services when in need? ആവശ്യമുള്ളപ്പോൾ തമിഴ്നാട് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് ബന്ധപ്പെടാൻ തമിഴ്നാട് സർക്കാർ വികസിപ്പിച്ച പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര്? തീ. 2020 നവംബർ 24
തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ ഇടപ്പാടി കെ പളനിസ്വാമി ഈ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തു. ഹു ഹാസ് ബീൻ ചോസൺ ഫോർ ദി ലോക്നായക് ലിറ്റററി അവാർഡ് ഫോർ ദി ഇയർ 2020? 2020 ലോക്നായക് സാഹിത്യ അവാർഡിനായി ആരെയാണ് തിരഞ്ഞെടുത്തത്? കാട്ടി പത്മറാവു. എല്ലാ വർഷവും ഈ അവാർഡ് ജനുവരി 18 അന്തരിച്ച NT രാമറാവു, ഡോക്ടർ ഹരിവംശ് റായ് ബച്ചൻ എന്നിവരുടെ ബഹുമാനാർത്ഥം നൽകുന്നു. ഈ അവാർഡ് അനൗൺസ് ചെയ്യുന്നത് നവംബർ 24 എവറി ഇയർ ലച്ചിത് ദിവസ് ഇൻ ആസാം ഈസ് സെലിബ്രേറ്റിംഗ് ഓൺ വിച്ച് ഡേറ്റ്? എല്ലാ വർഷവും ആസാമിലെ ലച്ചിത് ദിവസ് ഏത് തീയതിയിലാണ് ആഘോഷിക്കുന്നത്? 24 നവംബർ. നവംബർ 24 ലച്ചിത് ദിവസ് ആസാമിൽ എല്ലാ വർഷവും ആഘോഷിക്കുന്നത്. ഗുവാഹട്ടിയെ പ്രതിരോധിക്കാൻ 1671 സരൈഘട്ട് യുദ്ധത്തിൽ ലച്ചിത് ബോർഫുഖാൻ ബ്രഹ്മപുത്രയുടെ തീരത്തുള്ള ഒരു വലിയ മുഗൾ സൈന്യത്തെ പരാജയപ്പെടുത്തി. ഇതിൻ്റെ ഓർമ്മയ്ക്കാണ് എല്ലാ വർഷവും നവംബർ 24 ലച്ചിത് ദിവസ് ആയിട്ട് ആഘോഷിക്കുന്നത്. 2020 നവംബർ 24 പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ലച്ചിത് ബോർഫുഖാനെ ഈ അവസരത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഹു ഓവർടുക്ക് ബിൽ ഗേറ്റ്സ് ടു ബിക്കം ദി വേൾഡ്സ് സെക്കൻഡ് റിച്ചസ്റ്റ് പേഴ്സൺ? ലോകത്തെ രണ്ടാമത്തെ ധനികനായി ബിൽ ഗേറ്റ്സിനെ മറികടന്നത് ആരാണ്? എലൻ മസ്ക്. എലൻ മസ്ക് സ്പേസ് എക്സ്പ്ലോറേഷൻ ടെക്നോളജി കോർപ്പറേഷൻ ആൻഡ് ടെസ്ലയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായിട്ടുള്ള എലൻ മസ്ക് ആണ് ബിൽ ഗേറ്റ്സിനെ മറികടന്നുകൊണ്ട് വേൾഡിലെ രണ്ടാമത്തെ റിച്ചസ്റ്റ് പേഴ്സൺ ആയത്. വേൾഡ് നമ്പർ 1 ആയിട്ട് ആമസോണിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജെഫ് ബെസോസ്. ഹു വൺ ദി UTR പ്രോ ടെന്നീസ് ടൂർണമെൻറ്റ് ഇൻ ഫ്ലോറിഡ? ഫ്ലോറിഡയിലെ UTR പ്രോ ടെന്നീസ് ടൂർണമെൻറ്റ് നേടിയതാര്? രാംകുമാർ രാമനാഥൻ ഇന്ത്യൻ പ്രൊഫഷണൽ ടെന്നീസ് പ്ലെയറാണ്. ഇദ്ദേഹമാണ് ഫ്ലോറിഡയിൽ നടന്ന UTR പ്രോ ടെന്നീസ് സീരീസിൽ വിജയിച്ചത്. മെൽബോണിൽ 2020 നവംബർ 24 നടന്ന ടൂർണമെൻറ്റിൽ പ്രഞ്ചല എദ്ലപ്പള്ളി റണ്ണറപ്പായി. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്തത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതേപോലെ ട്രൈ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളിൽ നല്ല മാറ്റം വരും. നമുക്ക് ഏതൊരു എക്സാമും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും കാണാം. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു വെരി മച്ച്.